ഞാൻ എൻ്റെ വീട് നോക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ അത്ര തിരക്കാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ചെയ്യാൻ പാടില്ല. പോരാന്ന് തോന്നും നമുക്ക്, പക്ഷെ ഞാൻ പൂർണ്ണമായി അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം അവർ രണ്ടുപേരും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു സ്നേഹത്തിനോ എൻ്റെ ഒരു ചേർത്ത് നിർത്തലിനോ ഒന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഞാൻ ഇല്ലെങ്കിലും സ്ഥലത്തില്ലെങ്കിലും ഞാൻ അവരെ നിരന്തരമായി ബന്ധപ്പെടുകയും അവരുടെ രണ്ടുപേരുടെയും ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഭാഗ്യം, അവർക്ക് വലിയ ഡിമാൻഡുകളൊന്നും ഇല്ലാത്തവരാണ് രണ്ടുപേരും. വലിയ ഡിമാൻഡുകളൊന്നും ഇല്ലാത്തവരാണ്. ആകെയുള്ള ഡിമാൻഡ് നമ്മുടെ സാന്നിധ്യമാണ്. ഉള്ള സമയത്ത് ഞാനിപ്പോൾ മകളായിട്ട് ഞാൻ രാത്രി വൈകി ചെന്ന് കഴിഞ്ഞാൽ പോലും കാത്തിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ഷീണവുമ്പോഴോ എന്നാലും ഞാൻ അവരോടൊപ്പം ഇരിക്കാറുണ്ട് കൂടുതൽ സമയം. അപ്പോൾ അവരുടെ കഥകൾ, അവരുടെ കൂട്ടുകാരുടെ കഥകൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അത് എനിക്കിഷ്ടമാണ്. സഹായവും ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരുപാട് നന്ദിയുള്ള ഒരാൾ ശ്രീ ജി കാർത്തികേയനാണ്. അദ്ദേഹമാണ് എന്നെ നിയമസഭയിൽ മത്സരിപ്പിക്കണം എന്ന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ഒരാളെ കിട്ടും, ഏറ്റവും ബെസ്റ്റ്. ഞാൻ 100% കോൺഫിഡൻസോടുകൂടി, അപ്പോൾ അവർക്കൊക്കെ എന്നെ അറിയാം, ബാക്കിയുള്ളവർക്കൊക്കെ. പക്ഷെ അദ്ദേഹം അന്ന് പറയാനൊരാൾ വേണമായിരുന്നു. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടാനും ഞാൻ മത്സരിക്കാനും ഞാൻ നിയമസഭയിൽ വരാനും ഒക്കെ കാരണക്കാരനായത് അദ്ദേഹമാണ്. എന്നുവെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ തീങ്ങിയിട്ടാണ് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. എനിക്ക് വളരെ നന്ദിയുള്ള ഒരാളാണ്. നമുക്കിപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയാക്കി നമ്മൾ പൂർത്തിയാക്കുക, ഏറ്റവും ഭംഗിയാക്കി പൂർത്തിയാക്കുക, തിരിച്ചു കൊണ്ടുവരിക, UDF കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക. അത് കഴിയുമ്പോൾ പാർട്ടി എന്നാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ യാത്രയിലൂടെ പോവുക. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അധികാരം മാത്രമല്ല, എനിക്ക് വളരെ സ്വസ്ഥമായിരുന്നു കുറേ പുസ്തകങ്ങൾ വായിക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഇരുന്ന് ഇൻട്രാക്ഷൻ നടത്തുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്നത്, യാത്ര ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. കാട്ടിൽ ട്രെക്കിംഗ് നടത്താൻ പോകും, അതെനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. എനിക്ക് ചിലപ്പോൾ പക്ഷേ ഏറ്റവും താല്പര്യം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉള്ള വ്യക്തിപരമായ കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യങ്ങളും വ്യക്തിപരമായിട്ട് ബാധിക്കില്ല. ഒന്നല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയാക്കി നമ്മൾ പൂർത്തിയാക്കുക, ഏറ്റവും ഭംഗിയാക്കി പൂർത്തിയാക്കുക, തിരിച്ചു കൊണ്ടുവരിക, UDF കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക. അത് കഴിയുമ്പോൾ പാർട്ടി എന്നാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ യാത്രയിലൂടെ പോവുക. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന വേറെ